കൊടുത്ത് ഷൗക്കത്ത്, കെട്ടിപ്പിടിക്കരുതെന്ന് അൻവർ. കാരണം എന്തെന്നോ? നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് ആവേശകരമായി പുരോഗമിക്കുകയാണ്. മിക്ക ബൂത്തുകളിലും വോട്ട് ചെയ്യാനെത്തിയവരുടെ നീണ്ട നിരയാണ്. രാവിലെ 7 മണി മുതലാണ് വോട്ടിംഗ് ആരംഭിച്ചത്. LDF സ്ഥാനാർത്ഥി M സ്വരാജും UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തും രാവിലെ തന്നെ വോട്ട് ചെയ്തു. വോട്ടെടുപ്പ് ദിവസമായ ഇന്ന് സ്ഥാനാർത്ഥികളെല്ലാം ബൂത്തുകളിലെ സന്ദർശനങ്ങളിലും സജീവമാണ്. അതിനിടെ നിലമ്പൂർ മാനവേദൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ ആര്യാടൻ ഷൗക്കത്തും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ PV അൻവറും കണ്ടുമുട്ടി. അൻവറിനെ കണ്ടതോടെ ആര്യാടൻ ഷൗക്കത്ത് കൈകൊടുത്തു. എന്നാൽ കെട്ടിപ്പിടിക്കരുതെന്നായിരുന്നു അൻവർ പറഞ്ഞത്. ആര്യാടൻ കെട്ടിപ്പിടുത്തത്തിൻ്റെ ആളാണ്. സ്ഥാനാർത്ഥികൾ തമ്മിൽ സൗഹൃദം വേണം, പക്ഷേ അത് ആത്മാർത്ഥമാകണം എന്നായിരുന്നു അൻവറിൻ്റെ മറുപടി. അതേസമയം നിലമ്പൂർ വീട്ടിക്കൂത്ത് ലോവർ പ്രൈമറി സ്കൂളിൽ LDF സ്ഥാനാർത്ഥി M സ്വരാജും ആര്യാടൻ ഷൗക്കത്തും പരസ്പരം കണ്ടുമുട്ടിയിരുന്നു. ഇരുവരും തമ്മിൽ ഹസ്തദാനം ചെയ്തിരുന്നു. ഇതിനെക്കുറിച്ചും അൻവർ പ്രതികരിച്ചു. അവർ ജ്യേഷ്ഠനും അനിയനുമല്ലേ? ഒന്ന് ഒളിഞ്ഞ പിണറായിയും മറ്റൊന്ന് തെളിഞ്ഞ പിണറായിയും. അത് സ്വാഭാവികമാണ്. ആര്യാടൻ്റെ ആലിംഗനത്തിന് വിധേയരായവരുടെ അവസ്ഥ എനിക്കറിയാം. ഇന്നത്തെ ആര്യാടൻ്റെ ആലിംഗനം കൊണ്ട് സ്വരാജിന് എന്ത് സംഭവിക്കുമെന്നറിയില്ല. ചാണകം ചാരിയാൽ ചാണകം മണക്കും, ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും. അത് സംഭവിക്കാതിരിക്കട്ടെ എന്നായിരുന്നു അൻവറിൻ്റെ മറുപടി. അതേസമയം നിലമ്പൂരിൽ വോട്ടെണ്ണി കഴിഞ്ഞാൽ ആര്യാടൻ ഷൗക്കത്തിന് കഥ എഴുതാനും M സ്വരാജിന് സെക്രട്ടേറിയറ്റിലേക്കും പോകാമെന്ന് അൻവർ പറഞ്ഞു. ഞാൻ നിയമസഭയിലേക്ക് പോകും. രാഷ്ട്രീയം പറയാതെ സിനിമ ഡയലോഗാണ് UDF സ്ഥാനാർത്ഥി മണ്ഡലത്തിൽ പറഞ്ഞത്. ജനങ്ങളുടെ വിഷയങ്ങൾ രണ്ട് മുന്നണികളും അവഗണിച്ചുവെന്നും അൻവർ പറഞ്ഞു. LDFിൽ നിന്ന് 25% വോട്ട് എനിക്ക് ലഭിക്കും, UDFിൽ നിന്ന് 35% വോട്ട് ലഭിക്കും, 75,000-ന് മുകളിൽ വോട്ട് തനിക്ക് ലഭിക്കും. ഇത് ആത്മവിശ്വാസമല്ല, യാഥാർത്ഥ്യമാണ്. 2016-ൽ ആര്യാടൻ ഷൗക്കത്തിന്റെ ബൂത്തിൽ ഞാനാണ് ലീഡ് ചെയ്തതെന്നും അൻവർ പറഞ്ഞു.